ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നേ വൈകുന്നേരം. അപ്പോൾ ഭാഗ്യേച്ചി കുറേ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. നല്ല മടിയുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് ശേഷം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയി വരാമെന്ന് പറഞ്ഞ് ഭാഗ്യേച്ചിയുടെ കൂടെ പോകാനിറങ്ങിയതാണ്. നേരെ പാർലറിലേക്ക് പോയി ഭാഗ്യേച്ചി ഒരുങ്ങി 2 ഫോട്ടോസെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോട്ടോസെല്ലാം എടുത്ത് കൊടുത്തു. 4 മണിക്ക് റിസപ്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കടയൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുവാണ്. തായാലും മിനി ചേച്ചീനെയും ബജി ചേച്ചിയുള്ള കണ്ട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക്. 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ റിസപ്ഷൻ 5 മണിയായിട്ടും അവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ക്യാമറാമാനും കുറച്ച് ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ പിറകിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് വീഡിയോസ് എടുത്തു, കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭാഗ്യേച്ചി ഒരു നെല്ലിമരം കണ്ടിട്ട് അങ്ങോട്ട് പോവാണ്. നിറയെ നെല്ലിക്ക ഉണ്ടായിരുന്നേ, പക്ഷേ കുറച്ച് മുകളിലായതുകൊണ്ട് പറിക്കാൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെക്കനും പെണ്ണൊക്കെ വന്നു. നമ്മ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി. അപ്പോൾ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അച്ചൂട്ടൻ ഉണ്ടായതുകൊണ്ട് അവന് തീരെ ക്ഷമയിലായിരുന്നു. ബിരിയാണി കഴിക്കാം, ഐസ്ക്രീം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. കണ്ട എണീച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് നിൽക്കുവാണ്. ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഹാളിലേക്ക് പോയി ബിരിയാണി കഴിക്കാൻ. നല്ല മടിയുണ്ടായിരുന്നു, കാരണം ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേഗം അവിടെ പോയിരുന്നു. ക്ഷമയില്ലാത്തതുകൊണ്ട് പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യാണ്. ബിരിയാണി, തൈര് വിളമ്പി, അച്ചാർ. അച്ചൂട്ടന് തീരെ ക്ഷമയില്ല. ഐസ്ക്രീം കണ്ടതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബിരിയാണിയും കഴിച്ച്, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണിയും കഴിച്ച് ഐസ്ക്രീമിൽ കഴിച്ച് നമ്മൾ